എല്ലാവർക്കും നമസ്തേ. ഭാരതം ഇന്ന് വലിയൊരു മാറ്റത്തിന്റെ പാതയിലാണ്. എന്നാൽ ഈ വളർച്ചയ്ക്കിടയിലും നമ്മൾ തിരിച്ചറിയാതെ പോകുന്ന ചില വലിയ വെല്ലുവിളികളുണ്ട്. നമ്മുടെ സനാതന ധർമ്മത്തെയും ഹൈന്ദവ ബോധത്തെയും തകർക്കാൻ ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്നു. ഇത് കേവലം ഒരു മതപരമായ വിഷയമല്ല, മറിച്ച് നമ്മുടെ അസ്തിത്വത്തെ ബാധിക്കുന്ന ഒന്നാണ്. വിദ്യാഭ്യാസ രംഗത്തും ചരിത്ര പുസ്തകങ്ങളിലും മാധ്യമങ്ങളിലും ഒളിഞ്ഞിരിക്കുന്ന ആ ചതിക്കുഴികളെക്കുറിച്ച് നമുക്ക് ഇന്ന് തുറന്നു സംസാരിക്കാം. നമ്മുടെ കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്നത് സതി ഒരു ക്രൂരമായ ആചാരമായിരുന്നു എന്നാണ്. എന്നാൽ എന്തുകൊണ്ടാണ് സതി ഉണ്ടായത് എന്ന് ഏതെങ്കിലും പാഠപുസ്തകം പഠിപ്പിക്കുന്നുണ്ടോ? ഇല്ല. നമ്മൾ സത്യം മനസ്സിലാക്കണം. വിദേശ അധിനിവേശക്കാരായ മുഗളന്മാർ ഭാരതത്തെ ആക്രമിച്ചപ്പോൾ അവർ വെറും മണ്ണല്ല മോഹിച്ചത്, ഇവിടുത്തെ സ്ത്രീകളുടെ മാനമായിരുന്നു. യുദ്ധത്തിൽ കൊല്ലപ്പെടുന്ന ഹൈന്ദവ വീരന്മാരുടെ ഭാര്യമാരെ തടവിലാക്കി തങ്ങളുടെ അന്തഃപുരങ്ങളിലേക്ക് മാറ്റുന്ന ക്രൂരമായ രീതി അവർക്കുണ്ടായിരുന്നു. സ്വന്തം പാതിവൃത്യം ജീവനേക്കാൾ വിലമതിച്ചിരുന്ന ഭാരതീയ സ്ത്രീകൾ വൈദേശിക ശക്തികളുടെ അടിമകളാകുന്നതിനേക്കാൾ നല്ലത് അഗ്നിയിൽ സ്വയം അർപ്പിക്കുന്നതാണെന്ന് കരുതി. ഇതൊരു ആചാരമല്ലായിരുന്നു, മറിച്ച് ആത്മാഭിമാനം സംരക്ഷിക്കാനുള്ള ഒരു വലിയ ത്യാഗമായിരുന്നു. എന്നാൽ ചരിത്രകാരന്മാർ ഇതിനെ ഹിന്ദുക്കളുടെ ക്രൂരതയായി മാത്രം ചിത്രീകരിച്ചു. ജൗഹർ പോലെയുള്ള വീരകൃത്യങ്ങളെ പോലും അന്ധവിശ്വാസമെന്ന് വിളിച്ച് അവർ പരിഹസിച്ചു. അടുത്തതായി നമ്മൾ നേരിടുന്ന പ്രധാന പരിഹാസം ജാതി വ്യവസ്ഥയെ ചൊല്ലിയാണ്. ഹിന്ദു മതം എന്ന് കേൾക്കുമ്പോഴേക്കും ജാതി എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്താൻ പലരും ഓടിയെത്തും. തീർച്ചയായും കാലക്രമേണ നമ്മുടെ സമൂഹത്തിൽ വന്ന ചില തിന്മകളെ നമ്മൾ തള്ളിക്കളയണം എന്നതിൽ തർക്കമില്ല. എന്നാൽ ജാതിയുടെ പേരിൽ ഹിന്ദുക്കളെ മാത്രം പ്രതിക്കൂട്ടിൽ നിർത്തുന്നവർ മറ്റു മതങ്ങളിലെ അവസ്ഥ കാണുന്നുണ്ടോ? ഇസ്ലാം മതം സമത്വത്തെക്കുറിച്ച് സംസാരിക്കുമെങ്കിലും അതിനുള്ളിലെ വിവേചനം ആരും ചർച്ച ചെയ്യാറില്ല. അഷ്ഫ്, അജ്ഫ്, അർസൽ എന്നിങ്ങനെ തരംതിരിച്ചുള്ള സാമൂഹിക വിവേചനം നിലനിൽക്കുന്നുണ്ട്. ഉയർന്ന കുൽജാതർ എന്ന് അവകാശപ്പെടുന്നവരും താഴ്ന്ന വിഭാഗമായി കണക്കാക്കപ്പെടുന്നവരും തമ്മിൽ വിവാഹബന്ധം പോലും പലയിടത്തും നടക്കാറില്ല. ഷിയ സുന്നി തർക്കങ്ങൾക്കപ്പുറം നിലനിൽക്കുന്ന ഈ വംശീയ സാമൂഹിക വിവേചനത്തെക്കുറിച്ച് എന്തുകൊണ്ടാണ് ആരും മിണ്ടാത്തത്? ഇന്ത്യയിലെ ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കിടയിലും ജാതി ശക്തമായി നിലനിൽക്കുന്നു. ദളിത് ക്രിസ്ത്യാനികൾ എന്ന പ്രയോഗം തന്നെ അതിന് തെളിവാണ്. മതം മാറിയാലും ജാതി മാറുന്നില്ലെന്ന് മാത്രമല്ല, പലയിടങ്ങളിലും ഉയർന്ന ജാതിയിൽ നിന്ന് മാറിയവർക്കും ദളിത് വിഭാഗത്തിൽ നിന്ന് മാറിയവർക്കും പ്രത്യേക പള്ളികളും സെമിത്തേരികളും വരെ നിലനിൽക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നില്ലേ? കേരളത്തിൽ പോലും വിവാഹ പരസ്യങ്ങളിൽ സിറിയൻ ക്രിസ്ത്യൻ, ലത്തീൻ കത്തോലിക്ക എന്നിങ്ങനെ എത്രയോ ജാതി വേർതിരിവുകൾ വ്യക്തമായി കാണാം. ഇന്ത്യയിലെ ജാതിയെ കുറ്റപ്പെടുത്തുന്ന പാശ്ചാത്യ ലോകം നൂറ്റാണ്ടുകളോളം കറുത്ത വർഗക്കാരെ അടിമകളായി വച്ചിരുന്നവരാണ്. ഇന്നും നിറത്തിന്റെ പേരിൽ മനുഷ്യനെ വേർതിരിക്കുകയും വെടിവെച്ചു കൊല്ലുകയും ചെയ്യുന്ന വംശീയത അവരുടെ രക്തത്തിലുണ്ട്. നമ്മുടെ സനാതന ധർമ്മം പറയുന്നത്, നമ്മുടെ പുരാതന ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ ഗുണകർമ്മ വിഭാഗശഃ എന്നാണല്ലോ ഭഗവത്ഗീത പറയുന്നത്. അതായത് ഒരാളുടെ ഗുണവും കർമ്മവും അനുസരിച്ചാണ് വർണ്ണം നിശ്ചയിച്ചിരുന്നത്. ഋഷിമാരായ വാൽമീകിയും വ്യാസനും ജനനം കൊണ്ട് ഈ പറയുന്ന ഉയർന്ന ജാതി ആയിരുന്നില്ല. എന്നിട്ടും അവർ നമുക്ക് പൂജനീയരായി. ഹിന്ദുക്കളിലെ ജാതിയെ പരിഹസിക്കുന്നവർ സ്വന്തം മതത്തിലെ ചങ്ങലക്കെട്ടുകൾ കാണാതെ പോകുന്നത് അറിവില്ലായ്മ കൊണ്ടല്ല, മറിച്ച് ഹിന്ദു സമൂഹത്തെ ഭിന്നിപ്പിച്ചു നിർത്താനുള്ള കൃത്യമായ അജണ്ടയുടെ ഭാഗമാണ്. ഹിന്ദു ഉണർന്നാൽ, സംഘടിച്ചാൽ അവരുടെ വിഭജന രാഷ്ട്രീയം തകരും എന്ന് അവർക്കറിയാം. അടുത്തത് ആത്മീയതയെയും ആചാരങ്ങളെയും കുറിച്ചുള്ള പരിഹാസമാണ്. ഹിന്ദുക്കൾ ഏതെങ്കിലും ആചാരം നടത്തിയാൽ അത് മന്ത്രവാദവും അന്ധവിശ്വാസവുമാണ്. എന്നാൽ ഇതേ കാര്യങ്ങൾ മറ്റു മതങ്ങളിൽ നടക്കുമ്പോൾ അതിന് വിശ്വാസ ചികിത്സ എന്നും ദൈവിക ഇടപെടൽ എന്നും പേര് നൽകുന്നു. ലോകത്തുള്ള എല്ലാ മതഗ്രന്ഥങ്ങളിലും അവരുടെ രീതിയിലുള്ള മന്ത്രവാദങ്ങളും ക്രിയകളും ഉണ്ടെന്നിരിക്കെ എന്തിനാണ് ഹൈന്ദവ ആചാരങ്ങളെ മാത്രം വേട്ടയാടുന്നത്? നമ്മുടെ തനതായ താന്ത്രിക വിദ്യകളെയും പ്രകൃതിയുമായി ഇണങ്ങിയുള്ള പൂജകളെയും വികൃതമായി ചിത്രീകരിക്കുന്ന മാധ്യമങ്ങൾ ഇതര മതങ്ങളിലെ സമാനമായ കാര്യങ്ങളെപ്പറ്റി മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇത് ബോധപൂർവം നമ്മുടെ പുതിയ തലമുറയിൽ സ്വന്തം ധർമ്മത്തോടുള്ള അവജ്ഞ വളർത്താനാണ്. ഭാരതത്തിന്റെ ചരിത്രം എഴുതിയത് ആരാണ്? സ്വാതന്ത്ര്യാനന്തരം വർഷങ്ങളോളം ഭരണം കൈയാളിയ കോൺഗ്രസും അവർക്ക് കൂട്ടുനിന്ന കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാരും ചേർന്ന് നമ്മുടെ വീരചരിത്രങ്ങളെ വെട്ടിമാറ്റി. അക്ബറെയും ഔറംഗസീബിനെയും മഹാന്മാർ എന്ന് പഠിപ്പിച്ചവർ റാണ പ്രതാപിനെയും ശിവജിയെയും സാമൂതിരിയെയും വെറും പ്രാദേശിക രാജാക്കന്മാരായി ഒതുക്കി. നമ്മുടെ കുട്ടികൾക്ക് സ്വന്തം വേരുകളെക്കുറിച്ച് അഭിമാനിക്കാൻ വകയില്ലാത്ത രീതിയിലാണ് സിലബസുകൾ തയ്യാറാക്കിയിരിക്കുന്നത്.
ഭാരതീയ സംസ്കാരം വികലമാണെന്ന് വിശ്വസിപ്പിച്ച് ഒരു തലമുറയെ അവർ ധർമ്മത്തിൽ നിന്ന് അകറ്റി. ഇതിന്റെ ഫലമാണ് ഇന്ന് നമ്മൾ കാണുന്ന സാംസ്കാരിക അധഃപതനം. ഇതിനെല്ലാം വളം വച്ചു കൊടുക്കുന്നത് ആരാണ്? നമ്മുടെ മാധ്യമങ്ങൾ. സത്യം വിളിച്ചു പറയേണ്ട മാധ്യമങ്ങൾ ഇന്ന് കച്ചവടം നടത്തുകയാണ്. ഭാരതത്തെ തകർക്കാൻ ശ്രമിക്കുന്ന വിദേശ ശക്തികളിൽ നിന്നും എൻജിഒകളിൽ നിന്നും ഫണ്ട് വാങ്ങി അവർ ഹിന്ദുക്കളെ വഞ്ചിക്കുന്നു. ഒരു ഹിന്ദുവിനെ കുറ്റവാളിയാക്കി ചിത്രീകരിക്കാൻ കിട്ടുന്ന ആവേശം മറ്റൊരിടത്തും അവർ കാണിക്കാറില്ല. സത്യങ്ങൾ മൂടിവെച്ചും നുണകൾ പ്രചരിപ്പിച്ചും അവർ നമ്മുടെ സമൂഹത്തിൽ ഭിന്നതയുണ്ടാക്കുന്നു. സുഹൃത്തുക്കളെ, നമ്മൾ ഉണരേണ്ട സമയമായിരിക്കുന്നു. നമ്മുടെ ചരിത്രം നമ്മൾ തന്നെ പഠിക്കണം, അത് വരുംതലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കണം. ചതിക്കുഴികൾ തിരിച്ചറിയണം. സനാതന ധർമ്മത്തിന്റെ യഥാർത്ഥ മൂല്യം മനസ്സിലാക്കി അഭിമാനത്തോടെ മുന്നേറണം. ഇതുപോലെ ഉള്ള ഹൈന്ദരുടെ കാര്യങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കുവാൻ ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുവാനും അഭിപ്രായങ്ങൾ കമന്റ് ആയി രേഖപ്പെടുത്തുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അഭ്യർത്ഥിക്കുന്നു. നമസ്തേ.